ഹലോ, അപ്പോൾ അതാ ചിക്കൻ വെച്ചിട്ട് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ബോൺലെസ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു കുക്കറിലോട്ട് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസും ചേർത്ത് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഇതിലുള്ള വെള്ളം ഇതിൽ തന്നെ വറ്റിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും സവാളയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അത് അത്യാവശ്യം നന്നായിട്ട് വഴണ്ട ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഒന്ന് പിച്ചിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലോട്ട് ഇറങ്ങട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും ചേർക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു സ്പൂൺ മൈദയും ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ മൈദയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ആ ഓയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു വൈറ്റ് സോസാണ് റെഡിയാക്കുന്നത്. ഇനി അതിലോട്ട് കുറേശ്ശെ പാൽ ചേർത്ത് നമുക്ക് നല്ലൊരു സോസാക്കി മാറ്റിയെടുക്കാം. അത് കുറേശ്ശെ പാൽ ഒഴിച്ച് മൈദൻ്റെ സ്മെല്ലും പച്ച ടേസ്റ്റും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബാച്ചായിട്ട് ഞാൻ ഇവിടെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് അതിലോട്ട് ചേർക്കാം. അത് നമ്മൾ ഫില്ലിങ് മൊത്തമായിട്ട് അതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റായിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യാം. അത് നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് 2 സമൂസ ഷീറ്റ് എടുത്ത് ഇതുപോലെ പ്ലസ് രൂപത്തിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടി നടുവിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്താൽ മതി. അങ്ങനത്തെ അതേപോലെയൊക്കെ നമ്മൾ പ്ലസ് രൂപത്തിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 4 ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്ക്വയർ രൂപത്തിലോട്ട് ആക്കിയെടുക്കാം. ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യുക. അടുത്ത ഭാഗം ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ എല്ലാ ഭാഗവും ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഫോൾഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് നല്ല ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടൈം എടുത്ത് കുറഞ്ഞ തീയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ യമ്മിയായും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവർ മസാല ഐറ്റംസ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.